നമസ്കാരം. LDC ഫയർമാൻ എന്ന് പറയുന്ന വലിയൊരു മാമാങ്കം എത്തിക്കഴിഞ്ഞു. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു തോന്നലുമായിട്ടായിരിക്കും പലരും നിൽക്കുന്നത്. അതിന് നല്ലൊരു പരിഹാരമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ മനസ്സിൽ 50% ആത്മവിശ്വാസവുമായി ഇറങ്ങിത്തിരിക്കുക. അതെന്ത് പഠിക്കണം എന്നൊരു തോന്നൽ പലരും ചോദിച്ചുകൊണ്ടുണ്ട്. വാരി വലിച്ചുള്ള പഠനങ്ങൾ നിർത്തുക. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞുണ്ടാക്കിയ കുറേ ടോപ്പിക്കുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. ഇതുവരെ നടന്ന PSC പരീക്ഷകളിൽ ഏറ്റവും ചോദിച്ച ടോപ്പിക്കുകളുമായിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതും കേരള ജില്ലകൾ, രാഷ്ട്രീയവും നവോത്ഥാനവുമായും തിരുവിതാംകൂർ ചരിത്രവുമായി കേരളം ഞങ്ങൾ മാറ്റുന്നു. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയും ഞങ്ങൾ മാറ്റിവെക്കുന്നു. ഓരോ ടോപ്പിക് വൈസും ഭരണഘടനയെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോ വിദഗ്ധ സാറുമാർ ഓരോ സബ്ജക്റ്റ് വൈസ് അങ്ങനെ 7 വിദഗ്ധ സാറുമാരാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഓരോ ടോപ്പിക്കുമായിട്ട് കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി ഈ 6 മാസം കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ജോലി കിട്ടൂ. 50% നിങ്ങൾ ആത്മവിശ്വാസം വെച്ചിട്ട് 50% ഇറങ്ങിത്തിരിച്ചു നിങ്ങൾ. അപ്പോൾ ആ 50% ഞങ്ങൾ തരുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം. അത് ഞങ്ങൾ തീർച്ചയായിട്ടും തരും. ആ 50% കൂടെ ആഡ് ചെയ്യുമ്പോൾ 100%മായി നിങ്ങൾ വിജയത്തിൽ എത്തിച്ചേർന്നിരിക്കും. ഞങ്ങൾ പ്രധാനമായിട്ടും വീഡിയോ ക്ലാസ്സുകളാണ്. ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷിനും മാത്സിനും ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, ആ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. മാത്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒരു ശരാശരി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അംശബന്ധത്തിന്റെ ചോദ്യം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിറ്റ വില വാങ്ങിയ വില, ഇതുവരെ നടന്ന PSC ക്വസ്റ്റ്യനുകൾ എങ്ങനെ ഏതൊക്കെ തരത്തിൽ ചോദിച്ചു, ആ മോഡലുകളെല്ലാം ഓരോ സാറുമാർ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇംഗ്ലീഷിൽ റിപ്പോർട്ട് ഓഫ് സ്പീച്ച് ആയാലും പാസീവ് വോയിസ് ആയാലും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആയാലും നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എങ്കിലും അതിന് താഴെ ആഞ്ഞിറങ്ങിയിട്ട് ഫ്രഷ് ഹാൻഡുകാർക്കും എക്സ്പീരിയൻസ് ഹാൻഡ് ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ നോട്ടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ അതിനനുസരിച്ച് ഒരു ക്വിസും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഒരാഴ്ച കഴിയുമ്പോൾ ആ ആഴ്ചയിലെ നോട്ടുകൾ വെച്ചുള്ള ഒരു പരീക്ഷയും നിങ്ങൾക്കുണ്ടായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റെഫറും ഞങ്ങൾ തരുന്നതായിരിക്കും. അതിൻ്റെ ഒരു പരീക്ഷയും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. പ്രധാനമായിട്ടും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സ്കൂൾ ടെസ്റ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിന് സെപ്പറേറ്റ് ക്ലാസ്സുകൾ വെച്ച് സെപ്പറേറ്റ് പരീക്ഷകളുമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഓരോ ടെസ്റ്റ് പേപ്പറും ഇതിലുണ്ടായിരിക്കും. അതും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോ ടെസ്റ്റ് പേപ്പറും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 120 ദിവസം കൊണ്ട് ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലുകൾ. ആ 120 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് മാക്സിമം ഞങ്ങൾ ഒപ്പിച്ച് തന്നിരിക്കും. 90% ഞങ്ങൾ അത് നിങ്ങളുടെ കയ്യിലേക്ക് കഴിയും. 10% നിങ്ങളും കൂടെ സ്വയം ഏറ്റെടുത്ത് പഠിക്കുക. വീട്ടിൽ വരുന്ന പത്രങ്ങളുമായ ആനുകാലിക സംഭവങ്ങളും ഒക്കെ കുറിച്ചിടാനുള്ള ഒരു കൊച്ചു ബുക്ക് കയ്യിലിരിക്കണം. ഓരോ സാറുമാരുടെ വിദഗ്ധ നോട്ടുകൾ ഇവിടുന്ന് തരുമ്പോൾ ആ സാറുമാരുടെ പ്രത്യേക ബുക്കുകളും നിങ്ങൾക്കുണ്ടാവണം. ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ആയിരിക്കണം. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിക്കായിട്ട് ഒരു നോട്ട്. ആ നോട്ടുകളൊക്കെ പരീക്ഷാ ഹാളിൽ പോകുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് റിവിഷനും കൂടെ നടത്തുക. എല്ലാം റിവിഷനും കൂടെ നടത്തി പരീക്ഷാ ഹാളിലേക്ക് കയറുക. ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ 120 ദിവസത്തെ കോഴ്സ് കൃത്യമായി ഫോളോ ചെയ്യുക. തുടക്കം മുതൽ അവസാനം വരെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോകരുത്. ആദ്യം മുതൽ അവസാനം വരെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.